So in the previous video we were discussing about monotone convergence theorem. So we have in that theorem we have to prove that a sequence which is monotonic and bounded should be convergent. That's the part which we have to prove. We divided it into two cases because every monotonic sequence is either monotonic increasing or monotonic decreasing. We assumed our first case to be monotonic increasing and bounded. Then we have proved that it converges to its supreme. Okay. Now move on to the second case. Second case is actually we have to assume that our sequence is monotonic decreasing. Okay. So let's move on to the case. So case 2. So our sequence xn is actually monotonic decreasing and bounded. Okay. So നമുക്ക് നമ്മുടെ സീക്വൻസ് monotonic decreasing ആണ് bounded ആണെന്ന് എടുത്തു. So which is bounded means it is actually bounded above as well as bounded below. നമ്മൾ ഇവിടുത്തെ കേസ് നമുക്ക് monotonic increasing കേസ് bounded above ആണെന്നാണ് ആക്ച്വലി വേണ്ടത്. monotonic decreasing കേസിൽ bounded below ആണെന്നാണ്. So bounded ആണെങ്കിൽ bounded below ആണ്. So നമുക്ക് പറയാം there exists some t such that t is less than or equal to xn for all. ഓക്കെ, കാരണം എല്ലാ നമ്പേഴ്സിനെക്കാട്ടിലും ചെറുതായിട്ട് ഒരു നമ്പർ ഉണ്ട്. സീക്വൻസിന്റെ അകത്തെ എല്ലാ നമ്പേഴ്സിനെക്കാട്ടിലും ചെറുതായിട്ട് ഒരു നമ്പർ. ഓക്കെ, സോ ബൈ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി this sequence there is a lower bound under which means it has an infimum. Okay, so xn has an infimum called the infimum as x star. Infimum നമ്മൾ x star. So infimum of set of all xn n belongs to n is actually x star. Okay, അങ്ങനെ നമ്മൾ infimum x star ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യും. ഓക്കെ, സോ ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ സീക്വൻസ് കൺവേർജസ് ടു x star എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. So we have to prove that our sequence xn actually converges to what? X star. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഇൻഫിമം എടുത്തു, നമ്മൾ ഒരു എപ്സിലോൺ ചൂസ് ചെയ്തു, എന്നിട്ട് എക്സ് സ്റ്റാർ പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്ന ഒരു നമ്പർ ചൂസ് ചെയ്തു. സോ ദിസ് ഈസ് എക്സ് സ്റ്റാർ, ദിസ് ഈസ് എക്സ് സ്റ്റാർ പ്ലസ് എപ്സിലോൺ. ഓൾസോ എക്സ് സ്റ്റാർ പ്ലസ് എപ്സിലോൺ ഈസ് ആക്ച്വലി ഗ്രേറ്റർ ദാൻ എക്സ് സ്റ്റാർ. ഇനി എക്സ് സ്റ്റാർ എന്നുള്ളത് ഇൻഫിമം ആണ്, വിച്ച് മീൻസ് ഇറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്. ലോവർ ബൗണ്ടിൽ ഏറ്റവും വലുതാണ്. സോ ഇത് ഈ നമ്പറിനെക്കാട്ടിലും വലുതായ ഒരു നമ്പർ ലോവർ ബൗണ്ട് ആകാൻ സാധിക്കില്ല. സോ എക്സ് സ്റ്റാറിനെക്കാട്ടിലും വലിയൊരു നമ്പറാണ് എക്സ് സ്റ്റാർ പ്ലസ് എപ്സിലോൺ. സോ ക്ലിയർലി വി ക്യാൻ സേ ദാറ്റ് എക്സ് സ്റ്റാർ പ്ലസ് എപ്സിലോൺ is not a lower bound. So ഇത് ലോവർ ബൗണ്ട് അല്ലാത്തതുകൊണ്ട് എക്സ് സ്റ്റാറിന്റെയും എക്സ് സ്റ്റാർ പ്ലസ് എപ്സിലോണിന്റെയും ഇടയ്ക്ക് സെറ്റിന്റെ സീക്വൻസിന്റെ ഒരു ടേമെങ്കിലും കാണും. ആ ടേമാണ് എക്സ് കെ. സോ വി ക്യാൻ സേ ദാറ്റ് ഇൻ ബിറ്റ്വീൻ എക്സ് സ്റ്റാർ ആൻഡ് എക്സ് സ്റ്റാർ പ്ലസ് എപ്സിലോൺ there exists a term called xk. ഓക്കെ, ഇതിന് പ്രീവിയസ് ചെയ്തതിന്റെ കൂട്ട് തന്നെ നമ്മൾ അസ്യൂം ചെയ്യുന്നു സീക്വൻസ് മൊണോട്ടോണിക് ഡിക്രീസിംഗ് ആണെന്ന് നമുക്കറിയാം. സോ ഈ സീക്വൻസിന്റെ ടേംസ് ഡിക്രീസ് ചെയ്താണ് വരുന്നത്. സോ നമുക്ക് എഴുതാം എക്സ് കെക്കാട്ടിലും ചെറുതാണ് എക്സ് കെ പ്ലസ് 1, അതിനെക്കാട്ടിലും ചെറുതാണ് എക്സ് കെ പ്ലസ് 2, അതിനെക്കാട്ടിലും ചെറുതാണ് എക്സ് കെ പ്ലസ് 3, അതിനെക്കാട്ടിലും ചെറുതാണ് എക്സ് കെ പ്ലസ് 4 എക്സെട്ര. കാരണം നമ്മുടെ സീക്വൻസ് ആക്ച്വലി മൊണോട്ടോണിക് ഡിക്രീസിംഗ് ആണ്.
all those things are actually less than x star plus epsilon. Okay, ഇനി this all things should be greater than x star. കാരണം x star ഇതിന്റെ ഇൻഫിമോ ആണ്. ഇൻഫിമോ എന്ന് വെച്ചാൽ ലോവർ ബൗണ്ട് ആണ്. സോ സീക്വൻസിന്റെ എല്ലാ ടേംസും ലോവർ ബൗണ്ടിനെക്കാട്ടിലും വലുതായിരിക്കും. സോ സീക്വൻസിന്റെ kth സ്റ്റേജിന് ശേഷമുള്ള എല്ലാ ടേംസും ഈ ഓർഡറിലാണ്. xk is greater than xk plus 1 which is greater than xk plus 2 etc. സോ ഇതിൽ നിന്ന് സീക്വൻസിന്റെ എല്ലാ ടേമും x സ്റ്റാറിനെക്കാട്ടിലും വലുതാണ്. എക്സ് സ്റ്റാർ പ്ലസ് എപ്സിലോണിന്റെ ഇടയ്ക്കാണ് kth സ്റ്റേജിന് ശേഷമുള്ള സീക്വൻസിന്റെ എല്ലാ ടേംസ്. ഓക്കെ, കാരണം എക്സ് സ്റ്റാർ അതിന്റെ ഇൻഫിമോ ആയതുകൊണ്ട്. സോ ഫ്രം ദാറ്റ് വി ക്യാൻ ഈസിലി സ്റ്റേറ്റ് ദാറ്റ് എക്സ് സ്റ്റാർ ലെസ് ദാൻ xn ലെസ് ദാൻ എക്സ് സ്റ്റാർ പ്ലസ് എപ്സിലോൺ ഫോർ ഓൾ n greater than or equal to k. കാരണം എക്സ് സ്റ്റാറിന്റെ എക്സ് സ്റ്റാർ പ്ലസ് എപ്സിലോണിന്റെ ഇടയ്ക്കാണ് എക്സ് കെ എന്ന് പറഞ്ഞ ടേം. സീക്വൻസ് മൊണോട്ടോണിക് ഡിക്രീസിംഗ് ആയതുകൊണ്ട് സീക്വൻസ് ടേംസ് ഡിക്രീസ് ചെയ്ത് വരുന്നു. പക്ഷെ അത് എക്സ്റ്റാറിനെക്കാട്ടിലും താഴെയാകാൻ പറ്റത്തില്ല, കാരണം എക്സ്റ്റാർ എന്താണ് ഇൻഫിമോ ആയതുകൊണ്ട്. സോ kth സ്റ്റേജിന് ശേഷമുള്ള എല്ലാ ടേംസും ഇതിന്റെ ഇടയ്ക്കാണെന്ന് പറയാൻ സാധിക്കും. അല്ലെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് എക്സ്റ്റാർ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ xn ലെസ് ദാൻ x star plus epsilon for all n greater than or equal to k. So the modulus definition says this implies modulus of xn minus x star should be less than epsilon for all n greater than or equal to k, which means that our sequence xn actually converges to x star, which x star is the infimum of set of all xn n belongs to n. നമ്മൾ രണ്ടാമത്തെ പാർട്ടും പ്രൂവ് ചെയ്തു. സോ to sum up the whole thing, നമ്മുടെ സീക്വൻസ് monotonic increasing ആണെങ്കിൽ it should converge to its supremum. If the sequence is monotonic decreasing, it should converge to its infimum. വളരെ സുപ്രീമത്തിന്റെയും ഇൻഫിമത്തിന്റെയും ബേസിക് പ്രോപ്പർട്ടി എടുത്ത് മാത്രമാണ് നമ്മൾ ചെയ്തത്. ഇൻഫാക്ട് നമുക്ക് വേണ്ടത് ഒരു സീക്വൻസ് monotonic increasing ആണെങ്കിൽ we can clearly understand that സീക്വൻസ് മൊണോട്ടോണിക് ഇൻക്രീസിംഗ് ആണെങ്കിൽ അതിന്റെ ഫസ്റ്റ് ടേം ആയിരിക്കും അതിന്റെ ലോവർ ബൗണ്ട്. ഓക്കെ, സോ അത് ബൗണ്ടഡ് എന്ന് വെച്ചാൽ ആക്ച്വലി അത് ബൗണ്ടഡ് എബോവ് ആയാൽ മതി. കുറച്ചുകൂടെ ഭംഗിയായിട്ട് പറയുകയാണെങ്കിൽ അത് ബൗണ്ടഡ് എബോവ് ആയാൽ മതി. സീക്വൻസ് മൊണോട്ടോണിക് ഇൻക്രീസിംഗ് ആണെങ്കിൽ ബൗണ്ടഡ് എബോവ്, കാരണം x1 വലുതാണ് x2 വിച്ച് ഈസ് ലെസ് ദാൻ x3 ഇങ്ങനെയാണ് പോകുന്നത്. സോ x1 ആണ് അതിന്റെ ഏറ്റവും ലോവസ്റ്റ് ടേം. ഓക്കെ, അതിന്റെ ലോവർ ബൗണ്ട് x1 ആണ്. സോ ഒരു മൊണോട്ടോണിക് ഇൻക്രീസ് സീക്വൻസിന് എപ്പോഴും ലോവർ ബൗണ്ട് ഉണ്ട്, അതായത് ബൗണ്ടഡ് ബിലോ ആണ്. അപ്പൊ ഇനി എന്തുകൊണ്ടായാൽ മതി, ബൗണ്ടഡ് എബോവ് ആകുക ആണെങ്കിൽ ആ സീക്വൻസിന് എപ്പോഴും എന്തുണ്ട്, ലിമിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ബൗണ്ടഡ് എന്നതിന് പകരം ബൗണ്ടഡ് എബോവ് എന്ന് പറഞ്ഞാലും മതി. ഒരു മൊണോട്ടോണിക് ഇൻക്രീസിംഗ് സീക്വൻസ് ഇഫ് അറ്റ് ഓൾ ഇറ്റ് ഈസ് ബൗണ്ടഡ് എബോവ് then the sequence should be converging to its supremum. ഓക്കെ, കാരണം മൊണോട്ടോണിക് ഇൻക്രീസിംഗ് സീക്വൻസ് എപ്പോഴും ബൗണ്ടഡ് ബിലോ ആണ്, അതിന്റെ ലോവർ ബൗണ്ട് എന്ന് വെച്ചാൽ ഫസ്റ്റ് ടേം ആണ്. സിമിലർലി ഒരു മൊണോട്ടോണിക് ഡിക്രീസിംഗ് സീക്വൻസ് എടുക്കുകയാണെങ്കിൽ അത് എപ്പോഴും ബൗണ്ടഡ് എബോവ് ആണ്, കാരണം അതിന്റെ ഏറ്റവും വലിയ ടേം ഫസ്റ്റ് ടേം. ഓക്കെ, ബൗണ്ടഡ് എബോവ് ആണ്. അപ്പൊ അത് ബൗണ്ടഡ് ആകുക എന്ന് വെച്ചാൽ എന്തായാൽ മതി, ബൗണ്ടഡ് ബിലോ ആയാൽ മതി. എന്ന് വെച്ചാൽ ഒരു സീക്വൻസ് മൊണോട്ടോണിക് ഡിക്രീസിംഗ് ആണെങ്കിൽ അത് ബൗണ്ടഡ് ബിലോ ആണെങ്കിൽ അത് കൺവേർജ് ചെയ്യും. കൺവേർജ് ചെയ്യാന്ന് വെച്ചാൽ അത് അതിന്റെ ഇൻഫിമത്തിലോട്ട് കൺവേർജ് ചെയ്യും. സോ ടു സം അപ്പ് ദ ഹോൾ തിങ്, എവരി മൊണോട്ടോണിക് സീക്വൻസ് ഈസ് ആക്ച്വലി convergent whenever it is bounded. Monotonic ആകാന്ന് വെച്ചാൽ either it is monotonic increasing or decreasing. ഈ monotonic increasing ആണ് നമ്മുടെ സീക്വൻസ് എങ്കിൽ bounded above ആയി കഴിഞ്ഞാൽ it converges and it converges to its supremum. ഈ monotonic decreasing ആണെങ്കിൽ bounded ആകാന്ന് വെച്ചാൽ bounded below ആയാൽ മതി and it converges to its infimum. Okay. So next we will discuss some problems related to this theorem. Okay, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. So the first problem is example sequence xn is equal to 1 by n. So limit xn should be equal to 0. Okay. So ഇതാണ് നമുക്ക് നോക്കേണ്ടത്. സോ നമുക്ക് നോക്കാം,
1 by n ഉള്ള സീക്വൻസ് xn is equal to 1 by n. സോ അതിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുമ്പോൾ 1, 1 by 2, 1 by 3, 1 by 4, etc. So clearly നമുക്കറിയാം n plus 1 is always greater than or equal to n. So 1 by n plus 1 is always less than or equal to 1 by n. ഈ സീക്വൻസിന്റെ ടേംസിൽ 1 by n plus 1 എന്ന് വെച്ചാൽ xn plus 1 ആണ്. Is less than or equal to 1 by n എന്ന് വെച്ച xn for all n, which means our sequence is actually monotonic decreasing. So clearly xn is monotonic decreasing. ഇനി നോക്കേണ്ടത് xn ന് ഇൻഫിമം ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. നമുക്കറിയാം ബൈ ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി set 1 by n, n belongs to n, has an infimum, and that infimum is actually 0. നമ്മൾ ഇത് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. സോ 1 by n എന്ന് പറയുന്ന കളക്ഷൻ ഓഫ് എലമെന്റ്സിന്റെ ഇൻഫിമം എന്നുള്ളത് ആക്ച്വലി 0 ആണ്. സോ ഫ്രം ദാറ്റ് xn എന്നുള്ളത് മൊണോട്ടോണിക് ഇൻക്രീസിംഗ് ആണ്. ബൈ monotone convergence theorem, a monotonic decreasing sequence converges to its infimum. Okay, converge ചെയ്യുവാണ്, അത് converges to its infimum. ഇത് ബൗണ്ടഡ് ആണെന്നുള്ളത് clearly we can understand that, കാരണം സീക്വൻസിന്റെ ടേംസ് എല്ലാം 0 കാട്ടിലും വലുതാണ്. So 0 less than or equal to xn. So it is actually monotonic decreasing and bounded below. ബൗണ്ടഡ് എബോവ് ആണ്, ഇതിന്റെ ഏറ്റവും മാക്സിമം വാല്യൂ എന്നുള്ളത് 1 ആണ്. സോ 0 ലെസ് ദാൻ xn ലെസ് ദാൻ 1 എന്ന് വേണമെങ്കിൽ കൃത്യമായിട്ട് പറയാം. ഇനി ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി വെച്ചിട്ട് ഈ സെറ്റിന്റെ ഇൻഫിമം എന്ന് പറയുന്നത് 0 ആണ്. സോ ഈ സീക്വൻസ് ഈസ് ആക്ച്വലി മൊണോട്ടോണിക് ഡിക്രീസിംഗ് പ്ലസ് ബൗണ്ടഡ്, വിച്ച് മീൻസ് ഇറ്റ് കൺവേർജസ് ടു ഇറ്റ്സ് ഇൻഫിമം എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ഇതിന്റെ ഇൻഫിമം 0 ആയതുകൊണ്ട് we can say that xn converges to 0 by monotone convergence theorem. Okay. Similarly, ഇതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന വേറൊരു പ്രോബ്ലം ആണ് എക്സസൈസ് നമ്പർ 2. xn is equal to 1 by root n, which is actually 1, 1 by root 2, 1 by root 3, etc. ഇവിടെ നമുക്ക് n plus 1 is actually greater than n. So root n plus 1 is actually greater than root n. 1 by root n plus 1 is actually less than or equal to 1 by root n. This is actually xn plus 1 is less than or equal to xn for all, which means our sequence xn is monotonic decreasing. Clearly ഈ സീക്വൻസ് എടുക്കുകയാണ്, ഈ സീക്വൻസ് ഡിക്രീസ് ചെയ്ത് പോവുകയാണ്, ഈ സീക്വൻസ് ടേംസ് എല്ലാം പോസിറ്റീവുമാണ്. സോ ക്ലിയർലി നമുക്ക് പറയാം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഫോർ ഓൾ n. കാരണം സീക്വൻസ് മൊണോട്ടോണിക് ഡിക്രീസിംഗ് ആണ്, ഏറ്റവും വലിയ ടേം 1 ആണ്, സീക്വൻസിലെ ടേംസ് എല്ലാം പോസിറ്റീവ് ആയതുകൊണ്ട് 0 വലുതുമാണ്. സോ our sequence is monotonic decreasing plus bounded. Okay, so ഇനി നമുക്ക് നോക്കേണ്ടത് monotonic decreasing and bounded ആണെങ്കിൽ നമുക്ക് by monotone convergence theorem, so our sequence should be convergent. ഇനി അതിന്റെ ഇൻഫിമം എന്താണെന്ന് നോക്കാം. ഇവിടെയും ആർക്കിമീഡിയൻ പ്രിൻസിപ്പിൾ തന്നെ, ആർക്കിമീഡിയൻ പ്രിൻസിപ്പിൾ വെച്ചിട്ട് ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി വെച്ചിട്ട് we can clearly state that infimum of set 1 by root n, n belongs to n, is actually 0. Okay, so ഈ സീക്വൻസ് monotonic decreasing ആണ്, bounded ആണ്, അതിന്റെ infimum 0 ആണ്. So we can say that our sequence actually converges to 0 by monotone convergence theorem. ഒരു monotonic decreasing sequence bounded ആണെങ്കിൽ it should converge to its infimum. Okay. സോ ഈ തിയറത്തിൽ നിന്ന് കൃത്യമായിട്ട് മൊണോട്ടോൺ ക്ലാസ് ഓഫ് സീക്വൻസിന്റെ കേസിൽ നമുക്ക് കൺവേർജൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ബൗണ്ടഡ്നെസ് മതി. ഇൻഫാക്ട്
ബൗണ്ടഡ്നെസ് വെച്ച് കൺവേർജൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതിന്റെ ലിമിറ്റിനെ കുറിച്ച് ഒരു ധാരണ കിട്ടും. ഓക്കെ, സോ താങ്ക് യു.